നമസ്കാരം. കേരളത്തിലെ ഭരണനിർവഹണ ചരിത്രത്തിൽ തന്നെ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു പേരാണ് PH കുര്യൻ എന്ന മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി. നേരിട്ട തിരിച്ചടികളിലും അഭിമുഖീകരിക്കേണ്ടി വന്ന വമ്പൻ വിവാദങ്ങളിലും തരിമ്പും തളരാതെ ശരിയുടെ പക്ഷത്ത് ഉറച്ചുനിന്ന് തീരുമാനങ്ങളെടുക്കാൻ ധീരത കാണിച്ച IAS ഉദ്യോഗസ്ഥൻ. ഭരണതലത്തിലെ ഏത് കടുപ്പമേറിയ പ്രതിസന്ധികളെയും അനുഭവക്കരുത്തുകൊണ്ട് മറികടന്ന അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ മറ്റൊരു ഉദ്യോഗസ്ഥനില്ലെന്ന് അടിവരയിടുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം. 2018 കേരള രാഷ്ട്രീയത്തെയും ഭരണകൂടത്തെയും ഒരുപോലെ ഉലച്ച ഒന്നായിരുന്നു പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ യാത്രാ വിവാദം. തൃശൂരിൽ നടന്ന CPM സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരാനും തിരികെ പോകാനുമായി നടത്തിയ ആകാശയാത്രയുടെ ചെലവായ 8 ലക്ഷം രൂപ ഓഖി ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും വകമാറ്റി അനുവദിച്ചതായിരുന്നു വിവാദമായത്. വാർത്ത പുറത്തു വന്നതോടെ വലിയ ജനരോക്ഷമുയരുകയും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തു. അടിയന്തര സാഹചര്യത്തിൽ സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും മുഖം രക്ഷിക്കാൻ പല വാദങ്ങളും ഉയർന്നപ്പോൾ പ്രതിസന്ധി മുഴുവൻ ഉത്തരവിറക്കിയ റവന്യൂ സെക്രട്ടറിയുടെ തലയിൽ ചാരാനായിരുന്നു ചില കേന്ദ്രങ്ങളുടെ നീക്കം. എന്നാൽ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഭയന്ന് പിന്നോക്കം പോകാൻ PH കുര്യൻ തയ്യാറായില്ല. തന്റെ ഭാഗത്ത് തെറ്റില്ലെന്നും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് ഉത്തരവ് പുറപ്പെടുവിച്ചതെന്നും വ്യക്തമാക്കാൻ അദ്ദേഹം കാണിച്ച ആർജവം IAS വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി. രാജ്യത്തെ ക്യാൻസർ രോഗികളുടെ ജീവിതത്തിൽ പ്രകാശമായി മാറിയ ധീരനായ IAS ഉദ്യോഗസ്ഥനാണ് PH കുര്യൻ. പക്ഷേ വിധി ഒരുക്കിയ ക്രൂരമായ വൈപഥ്യം ഇതായിരുന്നു. ബഹുരാഷ്ട്ര ഔഷധ കമ്പനികളുടെ വിലക്കൊള്ള തകർത്ത് 10,000-കണക്കിന് നിർധന രോഗികളുടെ ജീവൻ നിലനിർത്താൻ വഴിയൊരുക്കിയ ആ വലിയ ഭരണാധികാരിയെ ഒടുവിൽ കീഴടക്കിയത് അതേ ക്യാൻസർ എന്ന മഹാമാരി തന്നെയായിരുന്നു. കോട്ടയം പാമ്പാടി സ്വദേശിയായ PH കുര്യൻ കേന്ദ്ര പേറ്റന്റ് ട്രേഡ്മാർക്ക് കൺട്രോളർ ജനറലായിരിക്കെ 2018 കൈക്കൊണ്ട ചരിത്രപരമായ തീരുമാനമാണ് ആഗോള ഫാർമസ്യൂട്ടിക്കൽ വിപണിയുടെ അടിത്തറ തന്നെ ഇളക്കിയത്. അന്ത്യഘട്ടത്തിലുള്ള കിഡ്നി, കരൾ ക്യാൻസർ രോഗികളുടെ ആയുസ് നീട്ടിയെടുക്കാൻ സഹായിക്കുന്ന നെക്സാവർ എന്ന മരുന്നിന് വിദേശ കമ്പനിയായ ബെയർ ഈടാക്കിയിരുന്നത് കേൾക്കുന്നവരെ ഞെട്ടിക്കുന്ന തുകയായിരുന്നു. 120 ടാബ്ലറ്റുകൾ അടങ്ങിയ ഒരു മാസത്തെ മരുന്നിന് 2,80,000 രൂപയിലധികമാണ് ജർമ്മൻ കമ്പനിയായ ബെയർ ഈടാക്കിയിരുന്നത്. സാധാരണക്കാരായ രോഗികൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഈ ഭീമമായ കൊള്ളവില കാരണം ആയിരങ്ങൾ മരണത്തിന് കീഴടങ്ങുന്ന ഘട്ടത്തിലാണ് ഇന്ത്യയിലെ പേറ്റന്റ് ഓഫീസിന്റെ അമരത്തേക്ക് PH കുര്യൻ എത്തുന്നത്. പൊതുജനങ്ങൾക്ക് താങ്ങാനാകുന്ന വിലയിൽ മരുന്ന് ലഭ്യമാക്കാൻ കമ്പനി തയ്യാറാകുന്നില്ലെന്ന് കണ്ടതോടെ അദ്ദേഹം നിർഭയമായി നിയമത്തിന്റെ വാളോങ്ങി. ബഹുരാഷ്ട്ര കമ്പനികളുടെ ലാഭകൊതിക്ക് മുന്നിൽ പാവപ്പെട്ടവരുടെ ജീവനാണ് വിലയെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ക്യാൻസർ രോഗികൾക്ക് താങ്ങാനാകുന്ന വിലയിൽ മരുന്ന് ലഭ്യമാക്കാൻ ഹൈദരാബാദ് ആസ്ഥാനമായ നാറ്റ്കോർ ഫാർമ നൽകിയ അപേക്ഷയിൽ ഇന്ത്യൻ പേറ്റന്റ് നിയമത്തിലെ 84-ാം വകുപ്പ് പ്രകാരം അദ്ദേഹം കൈക്കൊണ്ട തീരുമാനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി മാറി.